ബിഗ് ബോസിനകത്ത് വന്നിട്ട് ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാതെ പുറത്തായ മത്സരാർത്ഥികളിൽ പലരും അല്ലെങ്കിൽ ചിലരെങ്കിലും ഞാൻ കണ്ടിരുന്നു വീഡിയോകൾ വന്നിരുന്ന് തള്ളുകയാണ് എന്ന് വെച്ചാൽ അനുമോള് ജയിച്ചത് പി ആർ ബലത്തിലാണെന്ന് നാണമുണ്ടോ ഒരല്പമെങ്കിലും ഉള്ളുപ്പുണ്ടോ നിങ്ങൾ ഈ പറയുന്ന അനുമോള് പി ആർ ബലത്തിൽ ജയിച്ചു എന്ന് നിങ്ങളുടെ സമാധാനത്തിന് അങ്ങ് സമ്മതിച്ചാൽ തന്നെ വേറെ 4 പേര് കൂടി ടോപ്പ് 5 ഉണ്ടായിരുന്നു. ആ ടോപ്പ് 5 4 പേർക്കും നിങ്ങളുടെ കാഴ്ചപ്പാടിൽ പി ആർ ഇല്ല അല്ലേ? ശരി, ഇല്ലെന്നു അതും നിങ്ങളുടെ സമാധാനത്തിന് സമ്മതിച്ചു തരാം. അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, പി ആർ ഉള്ള അനുമോള് ഓക്കെ ടോപ്പ് 5 പി ആർ ഇല്ലാത്ത 4 പേരും കൂടി എത്തി. നിങ്ങളൊക്കെ എന്തുകൊണ്ടാണ് എത്താത്തത്? അനുമോള് പി ആർ കൊണ്ട് ജയിച്ചു എന്ന് പറഞ്ഞ മഹാന്മാരോട് മാത്രമാണ് ചോദ്യം. നിങ്ങൾ എന്തുകൊണ്ടാണ് ടോപ്പ് 5 എത്താത്തത്? ഇരുന്നൊന്ന് നല്ല പോലെ ആലോചിക്കണം. അപ്പോൾ കഴിവില്ല എങ്കിൽ അതങ്ങ് സമ്മതിക്കുക, ഞങ്ങളെ കൊണ്ട് പറ്റിയില്ല, ഞങ്ങൾ തോറ്റുപോയി, തോൽവി സമ്മതിക്കുക. ആദ്യം നമ്മൾ എന്താണെന്ന് നമ്മൾ സ്വയം തിരിച്ചറിയണം. ഇനി രണ്ടാമത്, പി ആർ കൊണ്ട് മാത്രം ഒരാൾക്ക് ജയിക്കാൻ പറ്റുമോ? ടോപ്പ് 5 എത്തിയാൽ വേറെ ആർക്കും പി ആർ ഇല്ലായിരുന്നോ? വന്ന് തള്ളരുതേ. ഞാൻ ഈ സീസൺ കഴിഞ്ഞ് അവസാനിച്ചത് കൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ടോപ്പ് 5 എത്തിയ അനുമോൾക്കല്ലാതെ വേറെ ആർക്കും പി ആർ ഇല്ലേ? ബിഗ് ബോസിൽ ഈ സീസണിൽ ഉണ്ടായിരുന്ന ഏതൊക്കെ കണ്ടസ്റ്റൻസിന് പി ആർ ഉണ്ടെന്ന് നല്ല വ്യക്തമായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് ഈ വന്നു കിടന്ന് പി ആർ എന്ന് തള്ളി മറിക്കരുത്. ഇനി പി ആർ ഉണ്ടെങ്കിൽ ഈ ഷോ ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ ജയിച്ച് കാണിക്കുക, അല്ലെങ്കിൽ ജയിപ്പിച്ച് കാണിക്കുക, അല്ലെങ്കിൽ തമിഴ് ബിഗ് ബോസ് ഇപ്പോൾ അവിടെ പോയിട്ട് മല മറിക്കാൻ പറ്റുമെങ്കിൽ മറിക്കുക, അല്ലെങ്കിൽ തെലുങ്കിലോ കന്നഡയിലോ ഹിന്ദിയിലോ എവിടെയെങ്കിലും പോ. നിങ്ങളൊക്കെ പറയുന്ന മറ്റേ അനുമോളുടെ പി ആറിനെയും കൂടെ വിളിച്ചോണ്ട് പോയിട്ട് 15 ലക്ഷമോ 30 ലക്ഷമോ എത്രയാണെന്ന് വെച്ചാൽ ലോണോ ഇല്ല എടുത്ത് കൊടുത്താൽ മതി. കാരണം ഗ്യാരണ്ടി ആണെന്നല്ലേ നിങ്ങൾ പറയുന്നത്. ആ പി ആർ വിചാരിച്ചാൽ ഏത് ഷോയിലും എവിടെയും ജയിക്കാമെന്നാണ് നിങ്ങൾ പറയുന്നത്. പറ്റുമെങ്കിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഇനിയിപ്പോൾ വരുന്നുണ്ട് 2026. പറ്റുമെങ്കിൽ ഒരു MLA ആയിട്ടോ MP ആയിട്ടും കൂടെ മത്സരിക്ക്. മേൽപ്പറഞ്ഞ അനുമോളുടെ പി ആറിനെ കൂടെ നിർത്തിയാൽ മതി. മൂപ്പര് വിചാരിച്ചാൽ എന്തും ജയിക്കാമെന്നല്ലേ പറയുന്നത്. ബിഗ് ബോസ് പോലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്ന ഒരു റിയാലിറ്റി ഷോ വരെ അട്ടിമറിച്ച് ജയിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു മണ്ഡലത്തിൽ MLA MP ഒക്കെ ആവാം. അല്ലെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ്. എക്സ് കണ്ടസ്റ്റൻസ്, ഈ പരാതിയുള്ള പി ആർ പരാതിയുള്ള ആക്ഷേപമുള്ള ആൾക്കാരൊക്കെ ഏതെങ്കിലും ഒരു വാർഡിൽ മത്സരിച്ചിട്ട് ഈ മേൽപ്പറഞ്ഞ പി ആറിന് പൈസ കൊടുത്ത് മത്സരിച്ചാൽ മതി. ഇപ്പം നിങ്ങൾ വെറുതെ വീട്ടിൽ ഇരുന്നാലും മതി, ഈ പി ആർ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് ജനങ്ങളുടെ വോട്ടൊക്കെ വാങ്ങിത്തരും. സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ അവസാനിച്ചു കഴിഞ്ഞാൽ കണ്ടസ്റ്റൻസ് അവരുടെ വഴിക്ക് പോകാറാണ് പതിവ്. പിന്നെ അവരുടെ പേരെതിരേക്ക് ഡ്രാഗ് ചെയ്തിട്ട് കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ഒരു താല്പര്യമില്ല. പക്ഷേ ജനവിധിയെ ഒരുമാതിരി മറ്റേ നാണം കെട്ട രീതിയിൽ വന്നിട്ട് ഇങ്ങനെ പി ആർ എന്ന് പറഞ്ഞ് അപമാനിക്കരുത്. ഈ ഷോയെ സ്നേഹിക്കുന്ന, ഈ ഷോയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന മനുഷ്യന്മാർ കുറേ പേരുണ്ട്. അവർ വോട്ട് ചെയ്തിട്ട് ഒരു കണ്ടസ്റ്റന്റിനെ ജയിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ അനീഷിന് ജയിക്കണമെന്നുണ്ടാവാം, അനീഷ് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യന്മാരുണ്ടാവാം, നെവിൻ ജയിക്കണമെന്നുണ്ടാവാം, അതൊക്കെ ഉണ്ടാവാം. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്ത ഒരാൾ ജയിച്ചു. അപ്പോൾ അവിടെ ജനവിധി അംഗീകരിക്കാൻ എന്നുള്ള ഒരു സാമാന്യ മര്യാദ, ഒരു സാമാന്യ ബോധം, ജനാധിപത്യ ബോധമില്ലാത്ത, വിവരമില്ലാത്ത കുറേ ആളുകൾ ഇവിടെ പബ്ലിക്കലി വന്നിട്ട് പി ആർ കൊണ്ടാണ് അനുമോള് ജയിച്ചു എന്ന് പറയുമ്പോൾ പുച്ഛം മാത്രമേ ഉള്ളൂ നിങ്ങളോട്. അത് ആരാണെങ്കിലും കഴുത കാമം കരഞ്ഞു തീർക്കും എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് നേടാൻ കഴിയാത്തത് നിങ്ങൾക്ക് മറ്റൊരാൾ നേടിയപ്പോൾ തോന്നുന്ന അസൂയ മാത്രമാണ് നിങ്ങൾ ഈ പി ആർ ആക്ഷേപത്തിലൂടെ പ്രകടിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ജയിച്ചത് അവിടെ നിൽക്കട്ടെ, നിങ്ങൾ എത്ര ദിവസം അവിടെ സർവൈവ് ചെയ്തു? സാധാരണ ഈ അനുമോൾക്ക് മാത്രമായിരുന്നല്ലോ പി ആർ അല്ലാതെ 3-4 പേര് ഫൈനൽ 5 എത്തുമല്ലോ. അവരിൽ ഒരാളാവാൻ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കഴിയാത്തത്? നിങ്ങൾക്ക് ഓഡിയൻസിന്റെ മനസ്സിലൊരു സ്ഥാനം നേടാൻ കഴിയാത്തത് കൊണ്ടാണെന്ന് അംഗീകരിക്കണം. നിങ്ങളുടെ കഴിവുകേടിനെയും പോരായ്മകളെയും മറച്ചു വയ്ക്കാനായിട്ട് ജയിച്ച മത്സരാർത്ഥി പി ആർ കൊണ്ടാണ് ജയിച്ചത് എന്ന് പറഞ്ഞ് എങ്ങനെയാണ്? മാനക്കേടാണ്, ഉള്ള കാര്യം പറയാലോ. അതുപോലെ പലരും വന്നിരുന്ന് തള്ളുന്നുണ്ട് പി ആർ കൊണ്ടാണ് അങ്ങോട്ട് അനുമോള് ജയിച്ചതെന്ന്. ഉളുപ്പ് വേണം മനുഷ്യന്. ഇതൊക്കെ വന്നിരുന്ന് തള്ളി മറിക്കുമ്പോൾ ഉളുപ്പ് വേണം. പി ആർ ഒക്കെ അവിടെ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ പി ആർ കൊണ്ട് ഏതെങ്കിലും ഒരു ഷോ ജയിക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് ജയിച്ച് കാണിക്കണം. ഞാൻ എൻ്റെ ചാനലിലൂടെ അനുമോൾ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ സപ്പോർട്ട് ചെയ്തത് ഒരുത്തൻ്റെ നയാ പൈസ വാങ്ങിയിട്ടല്ല. എനിക്ക് ഈ പറയുന്ന ഒരു മനുഷ്യൻ്റെ നയാ പൈസയും വേണ്ട. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ എൻ്റെ വീഡിയോകളിലൂടെ അനുമോൾ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ അവസാന ആഴ്ചകളിൽ സപ്പോർട്ട് ചെയ്തത്. അതുവരെയും അത്യാവശ്യം നിഷ്പക്ഷമായിട്ടൊക്കെ തന്നെ ഞാൻ എൻ്റെ വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു കണ്ടസ്റ്റന്റിനെ തുടക്കത്തിൽ നിങ്ങളിൽ പലരും ഗ്യാങ് അറ്റാക്ക് നടത്തി, അവസാന ആഴ്ചയും വന്ന് നിങ്ങൾ അറ്റാക്ക് നടത്തുമ്പോൾ എനിക്കും തോന്നിയ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ആ വ്യക്തി ഡിസർവിങ് ആണെന്ന്, ഇത്രയും പ്രതിസന്ധികളെ നേരിട്ട് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഡിസർവിങ് ആണെന്ന് തോന്നിയിട്ടാണ് സപ്പോർട്ട് ചെയ്തത്. അല്ലാതെ നയാ പൈസ ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടല്ല. അത് ചങ്കൂറ്റത്തോടെ ഇവിടെ വന്നിരുന്ന് പറയാൻ പറ്റും. എന്നെപ്പോലെ ചിന്തിക്കുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകർ ഈ കേരളത്തിൽ ഉണ്ടാവും.
ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ ഈ ലോകത്തുണ്ടാവും. അതിനു പുറമെ ഇതുപോലെ അപ്ഡേറ്റുകളും ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ട് റിവ്യൂകളും ചെയ്യുന്ന എത്രയോ ചാനലുകൾ ഉണ്ടാവും. അവരൊക്കെ പല എക്സ് കണ്ടസ്റ്റൻസും കയറി കാണിച്ച ശുദ്ധ തെമ്മാടിത്തരം കണ്ടിട്ടാണ് അനുമോൾ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന് കൂടുതൽ സപ്പോർട്ടുമായിട്ട് വന്നത്. എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് PR കൊണ്ട് ജയിച്ചെന്നോ? ഉള്ളുപ്പില്ലാത്ത വർഗം. PR കൊണ്ട് ഏത് PR കൊണ്ട് ജയിക്കാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ജയിച്ച് കാണിക്കുന്നേ. PR കൊണ്ട് ഞാൻ പറഞ്ഞില്ല, ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റുമോ നിങ്ങളെ കൊണ്ട്? എന്തിന് ഒരു ബാങ്കിലെ ഒരു സൊസൈറ്റിയിലെ ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പറ്റുമോ PR കൊണ്ട്? PR പോലും ഉളുപ്പില്ലായ്മ.